ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ എന്നെ മറന്നോ എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ കടന്നു വരാറുള്ളൊരു ചോദ്യമാണ്. ദൈവമേ, നീ എന്നെ മറന്നു. കഴിഞ്ഞ എത്ര കാലങ്ങളായി ദൈവമേ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചില വിഷയങ്ങളുടെ മധ്യ ഒത്തിരി നൊമ്പരപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല ദൈവമേ. പക്ഷെ നീ എന്നെ മറന്നു. കർത്താവെ, അങ്ങ് എന്നെ ഓർക്കുന്നില്ലേ? എൻ്റെ വിഷയം അങ്ങ് മറന്നുപോയോ ദൈവമേ? ഇത് നമ്മൾ പലപ്പോഴും ദൈവസന്നിധി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ നമുക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ, എന്നാൽ ദൈവം തക്ക സമയമാകുമ്പോൾ ദൈവം വിഷയങ്ങൾ ഓർക്കും. ഇങ്ങനെ ദൈവവചന അടിസ്ഥാനത്തെ നമുക്ക് നോക്കാം. നമുക്ക് നോക്കുവാണെങ്കിൽ 2 സഹോദരിമാരെ നമുക്ക് കാണാം. ഒന്ന് റാഹേലായിരുന്നു. ഈ റാഹേലിൻ്റെ ജീവിതത്തെ നോക്കുവാണെങ്കിൽ റാഹേലിൻ്റെ ഭർത്താവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ലയയും ഒന്ന് റാഹേലും. എന്നാൽ ലയയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. റാഹേലിൻ്റെ ഗർഭം അടച്ചിരുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഹന്നായും പെനീനായും. അപ്പോൾ ഹന്നായുടെ ഹസ്ബൻഡിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് പെനീനയായിരുന്നു. പെനീനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഹന്നയുടെ ഗർഭം അടച്ചിരുന്നത് കൊണ്ട് ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഈ 2 സഹോദരിമാരും ഒരേപോലെയുള്ള പ്രയാസത്തിലൂടെ കടന്നുപോയി. ഇവർ 2 പേരും വളരെ ഈ വിഷയത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു, സങ്കടപ്പെട്ടു, ദുഃഖത്തിലൊക്കെ ആയി. ദൈവമേ, അങ്ങ് എന്നെ മറന്നു എന്ന് അവരോരോരുത്തരും ചോദിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം കൂടെയുള്ള ഭർത്താവിൻ്റെ മറ്റ് ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോഴും ഇവർ നിന്ദിക്കപ്പെട്ടപ്പോഴും ഒക്കെ ഇവർ ജീവിതത്തിൽ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്, ദൈവമേ, നീ എന്നെ മറന്നു. എന്നാൽ നമുക്ക് വചനത്തിൽ നോക്കുവാണെങ്കിൽ ഉൽപ്പത്തി 30:22 പറയുന്നു, ദൈവം റാഹേലിനെ ഓർത്തു. അതുപോലെ തന്നെ നമുക്ക് 1 ശമൂവേൽ 1:20 കാണാം, യഹോവ അവളെ ഓർത്തു. ഈ 2 പേരെയും ദൈവം ഓർത്തൊരു സമയമുണ്ട്. ഓർത്ത് ദൈവം അവരെ മാനിച്ചു, കുഞ്ഞുങ്ങളെ കൊടുത്തു, അനുഗ്രഹിച്ചു, നന്മകളെ കൊടുത്തു. അപ്പം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ നമ്മുടെ ഒരു മനസ്സിലൊരു വേദനയായിരിക്കും, ദൈവമേ എന്നെ മറന്നു എന്ന് തോന്നുന്നു, എൻ്റെ വിഷയം ദൈവം മറന്നെന്ന് തോന്നുന്നു, ഇതിനൊരു മറുപടി കിട്ടുമോ, ഇനി ഇതിന് കിട്ടുമോ? ഞാൻ നിന്ദിക്കപ്പെട്ടും നിരാശപ്പെട്ടും വേദനപ്പെട്ടും ഇരിക്കുക, ഇത്രയേറെ ഞാൻ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ദൈവമേ നീ എന്നെ മറന്നല്ലോ എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങാൻ പോവുകയാണ്. തക്ക സമയമാകുമ്പോൾ ദൈവം നമ്മളെ ഓർക്കും. നമ്മുടെ ആ വിഷയം ഏതാണെങ്കിലും, എത്ര കഠിനമായ ഒരു വിഷയമാണെങ്കിലും ദൈവം നമ്മെ ഓർക്കുകയും നമുക്ക് വേണ്ടി തക്ക സമയത്ത് വിടുതൽ നൽകുകയും ചെയ്യും. അപ്പോൾ ദൈവം ഓർക്കുന്ന ആ തക്ക സമയത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ വളരെ സഹിഷ്ണുതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മെ മറക്കയില്ല. നമ്മുടെ വിഷയം ദൈവം മറക്കത്തില്ല, ദൈവം ഓർക്കും. ദൈവം ഓർത്ത് അതിനൊരു പ്രതിഫലം തരും. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.